മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം. 80 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന അവകാശവാദം UDF ഉയർത്തുമ്പോൾ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും നില മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ഏറ്റവും നിർണായകമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ മത്സരിച്ച് വെറും 2 സീറ്റിൽ ഒതുങ്ങിപ്പോയ ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ വലിയ തന്ത്രപരമായ മാറ്റങ്ങൾക്കാണ് വിധേയമായത്. കഴിഞ്ഞ തവണ മത്സരിച്ച് ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകിയതും തൃക്കരിപ്പൂർ സീറ്റിന് പകരമായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഏറ്റെടുത്തതും പാർട്ടിക്ക് ഗുണകരമായെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സൂചനകൾ പ്രകാരം മത്സരിച്ച 8 സീറ്റുകളിൽ 7ലും വിജയം ഉറപ്പാക്കാൻ ജോസഫ് ഗ്രൂപ്പിന് സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്നത് തൊടുപുഴയിൽ PJ ജോസഫിന്റെ പിൻഗാമിയായി എത്തിയ അപ്പു ജോൺ ജോസഫ് 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രചരണത്തിനിടയിൽ മണ്ഡലത്തിന്റെ അതിരു തിരിയാതെ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് വാഹന പ്രചരണം കടന്നുപോയ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി സിറിയാക് ചാഴിക്കാടന്റെ നടപടി വലിയ പരിഹാസത്തിലേക്ക് ഇടയാക്കിയിരുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ പ്രമുഖരെ നേരിടാൻ ഇത്രയും ദുർബലരായ സ്ഥാനാർത്ഥികളെ മാണി ഗ്രൂപ്പ് നിയോഗിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിന്റെ വിജയം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ചർച്ചയാകുന്നത്. നിർമ്മല ജിമ്മയെ പോലുള്ള ഒരാളെ മോൻസിനെതിരെ നിർത്തിയത് മാണി ഗ്രൂപ്പിന്റെ തന്ത്രപരമായ പാളിച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. PJ ജോസഫിന് ശേഷം പാർട്ടിയെ നയിക്കാൻ പോകുന്ന മോൻസ് ജോസഫ് തന്നെയാകും UDF ഭരണത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ആദ്യ മന്ത്രിയാവുക. കുട്ടനാട് സീറ്റിൽ സിറ്റിംഗ് MLA തോമസ് കെ തോമസിനെതിരെ റജി ചെറിയാൻ 10,000-ഓളം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് CPM പോലും വിലയിരുത്തുന്നത്. കോതമംഗലത്ത് ആന്റണി ജോണിനെതിരെ ഷിബു തെക്കുംപുറവും തിരുവല്ലയിൽ മാത്യു ടി തോമസിനെതിരെ വർഗീസ് മാമനും അട്ടിമറി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നടത്തിയ വെളിപ്പെടുത്തലുകളും സംവിധായകൻ ബ്ലസിയെ പോലുള്ളവരുടെ നിലപാടുകളും തിരുവല്ലയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനും ചങ്ങനാശ്ശേരിയിൽ വിനു ജോബും നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിച്ചു കയറുമെന്നാണ് റിപ്പോർട്ടുകൾ. 7 സീറ്റുകളിൽ വിജയിച്ചാൽ 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ജോസഫ് ഗ്രൂപ്പ് ആവശ്യപ്പെടും. അന്ന് KM മാണിയും PJ ജോസഫും മന്ത്രിയായപ്പോൾ PC ജോർജും പിന്നീട് തോമസ് ഉണ്ണിയാടനുമായിരുന്നു ചീഫ് വിപ്പ് പദവി അലങ്കരിച്ചത്. സമാനമായ രീതിയിൽ മോൻസ് ജോസഫിനൊപ്പം അപ്പു ജോൺ ജോസഫോ തോമസ് ഉണ്ണിയാടനോ അതോ മാർത്തോമ സമുദായ പ്രതിനിധി എന്ന നിലയിൽ വർഗീസ് മാമനോ മന്ത്രിസഭയിൽ എത്തുമെന്ന കൗതുകത്തിലാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന്റെ ഈ തിരിച്ചുവരവ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാണി ഗ്രൂപ്പിന് വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.